ഇനി നമുക്ക് ആപ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇനിറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആപ്ലെറ്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ മാത്രമേ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്തുള്ള വേരിയബിൾസും കാര്യങ്ങളൊക്കെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിറ്റ് മെത്തേഡ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇനിറ്റ് മെത്തേഡ് എക്സിക്യൂട്ടായി കഴിഞ്ഞ് അടുത്ത സെക്കൻഡിലായിരിക്കും സ്റ്റാർട്ട് മെത്തേഡ് എക്സിക്യൂട്ട് ആവുക. ഈ ഒരു മെത്തേഡ് മൾട്ടിപ്പിൾ ടൈമിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇനിറ്റ് പോലെയല്ല. ഇനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സമയം മാത്രമേ അത് കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ആ ഒരു പ്രോഗ്രാം ഫസ്റ്റ് ടൈം റണ്ണ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ മാത്രമേ ഇനിറ്റ് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാർട്ടിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസർ ആപ്ലെറ്റിൻ്റെ പേജസ് ചേഞ്ച് ചെയ്ത് തിരിച്ച് ആപ്ലെറ്റിൻ്റെ മെയിൻ പേജിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിൻ്റെ മെത്തേഡ് നമുക്ക് രണ്ടാമത് കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ആപ്ലെറ്റിൽ ത്രെഡിങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ത്രെഡിൻ്റെ പ്രോഗ്രാം റീസ്റ്റാർട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റാർട്ട് മെത്തേഡ് കോൾ ചെയ്താൽ മതിയാവും. സ്റ്റാർട്ട് മെത്തേഡ് കോളായി കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ട് ആവുന്നത് പെയിൻറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഈ മെത്തേഡിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സ്ട്രിങ് ഒക്കെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഡ്രോ സ്ട്രിങ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ് സ്ട്രിങ് നമ്മൾ റെൻഡർ ചെയ്തെടുത്തത്. അപ്പോൾ പെയിൻറ്റ് എന്ന് പറയുന്ന മെത്തേഡിന് എപ്പോഴും നമ്മളൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ക്ലാസ് ഒബ്ജക്റ്റാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഗ്രാഫിക്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ആ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് AWT ലൈബ്രറിക്കകത്താണ്. ഇത് ഇന്നലെ ഞാൻ ചെറുതായിട്ട് ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്ലെറ്റിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ് പെയിൻറ്റ് മെത്തേഡ് നമ്മൾ സാധാരണ കോൾ ചെയ്യാറുള്ളത്. പിന്നെ വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂസർ എപ്പോൾ ആപ്ലെറ്റിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നോ ആ ഒരു സമയത്താണ് സ്റ്റോപ്പ് മെത്തേഡ് കോൾ ചെയ്യുന്നത്. സ്റ്റോപ്പ് മെത്തേഡ് നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കോൾ ചെയ്യാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ് സ്റ്റോപ്പ് മെത്തേഡിന്. പിന്നെ സ്റ്റോപ്പ് മെത്തേഡിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസർ ആ ഒരു പെർട്ടിക്കുലർ ആപ്ലെറ്റുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ സിസ്റ്റം പെർഫോമൻസ് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ ആപ്ലെറ്റിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ അത് റിലീസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ സിസ്റ്റം പെർഫോമൻസിനത് ബാധിക്കത്തില്ല. ലാസ്റ്റ് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് എന്നുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബ്രൗസർ ഈ ഒരു ആപ്ലെറ്റിൻ്റെ ആക്ടിവിറ്റി എൻഡ് ചെയ്യുന്ന സമയത്താണ് ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡിസ്ട്രോയുടെ മെത്തേഡ് കോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് മെത്തേഡ് കോൾ ചെയ്യും. അത് ആദ്യം കോൾ ചെയ്ത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഡിസ്ട്രോയുടെ മെത്തേഡ് എക്സിക്യൂട്ട് ആവുന്നത്. അങ്ങനെ നമ്മൾ ഒരു ആപ്ലെറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന മെത്തേഡ്സ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ മെത്തേഡ്സ് നമ്മൾ എപ്പോഴും എല്ലാം തന്നെ ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട റിക്വയർമെൻ്റ് ഒന്നും വരാറില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ആ ഒരു എക്സാമ്പിളിൽ സ്ട്രിങ് ജനറേറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോഴാണ് പെയിൻറ്റ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് നമ്മൾ ഓവർ-റൈറ്റ് ചെയ്തെടുത്തത്. അതായത് ആ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തത്. ഈ ഡിസ്ട്രോയ്, പെയിൻറ്റ്, സ്റ്റോപ്പ് അങ്ങനെയുള്ള മെത്തേഡൊക്കെ AWTയുടെ ലൈബ്രറിയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്ട്രോയ് മെത്തേഡ് അല്ലെങ്കിൽ പെയിൻറ്റ് മെത്തേഡ് അങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും ഒരു ആപ്ലെറ്റ് റണ്ണ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള മെത്തേഡ് കോൾ ചെയ്ത് കുറച്ച് ഫങ്ഷണാലിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡൊക്കെ ഓവർ-റൈഡ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിക്ക് ആ കോഡിൻ്റെ ആ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രോയ് മെത്തേഡ് ഓവർ-റൈഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് ഡിസ്ട്രോയ് ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാനിപ്പുലേഷനൊക്കെ ചെയ്യാൻ പോസിബിളാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് തിയററ്റിക്കലായിട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ മൊത്തത്തിൽ സംസാരിച്ചത്. അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ 2
കോഡിംഗ് സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു ആപ്ലെറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് സ്പെസിഫൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്നലെ ടൈപ്പ് ചെയ്ത ആ പ്രോഗ്രാം ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ഇനിറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് പോയിട്ട് ഞാനൊരു എൻ്റർ പ്രസ് ചെയ്ത് ഒരു ഫ്രഷ് ലൈൻ എടുത്ത്, എന്നിട്ട് അതിൻ്റെ അകത്ത് പബ്ലിക് ടൈപ്പ് ചെയ്യുക, സ്പേസ് വോയിഡ് സ്പേസ് ഇനിറ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫംഗ്ഷൻ ഓപ്പൺ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒരു എൻ്റർ പ്രസ് ചെയ്ത് ആ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളർ ഒബ്ജക്റ്റാണ് പാസ് ചെയ്യേണ്ടത്. ഈ കളർ എന്ന് പറയുന്ന ഞാൻ ആ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടം പോലെ കളേഴ്സ് ആക്സസ് ചെയ്യാൻ കിട്ടും. ബ്ലാക്ക്, ബ്ലൂ, റെഡ്, ഗ്രീൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും കിട്ടും. ഞാനിവിടെ റെഡ് കൊടുക്കുകയാണ്. അപ്പോൾ കളർ ഡോട്ട് റെഡ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഈ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു ഫയല് സേവ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ആപ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിനാദ്യം നമുക്ക് ഈ ഒരു ജാവ ഫയൽ കമ്പൈൽ ചെയ്യണം. അതിന് ഞാൻ ജാവ സി സ്പേസ് നമ്മളുടെ ഫയൽ നെയിം മൈ ആപ്പ് ഡോട്ട് ജാവ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത്, അങ്ങനെ നമ്മളുടെ ആ ഒരു കമ്പൈലേഷൻ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. അതിനായിട്ട് ആപ്ലെറ്റ് വ്യൂവർ സ്പേസ് മൈ ആപ്പ് ഡോട്ട് ജാവ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പം നമ്മളുടെ ആപ്ലെറ്റ് വന്നിട്ടുണ്ട്. ആപ്ലെറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇനി നമ്മൾ എങ്ങനെ ഈ ഹലോ വേൾഡിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുക എന്ന്. അപ്പോൾ അതിന് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും തന്നെ ഇല്ല. നമ്മളുടെ ആ ഒരു പെയിൻറ്റ് മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് കളറ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പെയിൻറ്റ് മെത്തേഡിൻ്റെ അകത്ത് പോവുക. എന്നിട്ട് നമ്മളുടെ ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് ഇവിടെ ആർഗ്യുമെൻറ്റ് ഇന്നലെ പാസ് ചെയ്ത് കൊടുത്തത് ജി ആണ്. അപ്പോൾ നമ്മൾ ജി ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഡോട്ട് ഇൻപുട്ട് ചെയ്യുക. ഡോട്ട് ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മെത്തേഡ് ഉണ്ടാവും സെറ്റ് കളർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ സെറ്റ് കളറിൻ്റെ മെത്തേഡിൻ്റെ അകത്ത് സിമിലറായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു മെത്തേഡ് പോലെ തന്നെ ഒരു കളർ ഒബ്ജക്റ്റ് നമുക്ക് ഒരു പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു ഗ്രീൻ കളറ് പാസ് ചെയ്യാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു ആർഗ്യുമെൻറ്റ് കളർ ഡോട്ട് ഗ്രീൻ എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാണ്. എന്നിട്ട് ഈ ഫയൽ ഞാൻ ഒന്നുകൂടി സേവ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്നുകൂടി കമ്പൈൽ ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ആപ്ലെറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ആപ്ലെറ്റിൻ്റെ അകത്ത് ഹലോ വേൾഡ് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം വിസിബിൾ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ആപ്ലെറ്റിൻ്റെ ആ ഒരു ഹലോ വേൾഡ് എഴുതി വന്നത് ചെറുതായതുകൊണ്ട് ചിലപ്പോൾ ഗ്രീൻ കളർ നിങ്ങൾക്കൊരു യെല്ലോ കളർ പോലെയൊക്കെ ഫീൽ ചെയ്തെന്ന് വരാം. അങ്ങനെ നമ്മളിപ്പോൾ ബേസിക്കായിട്ട് ആപ്ലെറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. ആപ്ലെറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പല ടൈപ്പ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത്, അത് വൈവയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിൻ്റെ കളറ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതും ഇതുവരെ നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോ ഷേപ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ളത് നോക്കാം.